എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിനിടയിലാണ് അക്ബർ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നത്. ഇത് വിളിച്ചത് വളരെയധികം വിഷമമായി എന്ന് രേണുസുതി പറയുകയും ഇത് മാറാനുള്ള രീതിയിൽ ഒരാഴ്ച നല്ല രീതിയിൽ അക്ബർ രേണുസുതിയോട് ഇടപെടണം എന്ന രീതിയിലൊരു ടാസ്ക് ലാലേട്ടൻ കൊടുക്കുകയും ചെയ്തു. വളരെ ആത്മാർത്ഥതയോടുകൂടി അക്ബർ ഈ കാര്യം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ചെറിയ കുത്തിത്തിരിപ്പ് നമ്മുടെ ശാരികയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. കാരണം സാരികയുണ്ട്. അതായത് യൂട്യൂബ് അവതാരികയായിട്ടുള്ള സാരിക പുള്ളിക്കാരത്തി ഇടയ്ക്ക് ഇങ്ങനെ ഹീറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഒരിക്കലും ക്ഷമിക്കരുതെന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഈ സാരികയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് കേട്ടിട്ട് അതിനനുസരിച്ച് തനിക്ക് കിട്ടിയ ആകെയുള്ളൊരു കോണ്ടൻറ്റാണ് ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത്. ഒരു 100 ദിവസം സെപ്റ്റിക് ടാങ്കിലുള്ള വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് രേണു വിചാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗെയിമിൽ പങ്കെടുക്കാറേയില്ല. അവിടെ പ്രത്യേകിച്ച് ആവശ്യമുള്ള രീതിയിലുള്ള കോണ്ടൻറ്റുകളൊന്നും കൊടുക്കാറില്ല. എനിക്ക് വയ്യ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. പക്ഷെ കുറച്ച് നെഗറ്റീവ്സ് പുറത്ത് വന്ന സമയത്ത് കുറച്ച് ആളുകളുടെ സപ്പോർട്ട് രേണുവിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ആളുകളൊക്കെ ഇപ്പോൾ എന്താ പറയുക, പുറത്ത് രേണുവിന് സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് കാരണം രേണു അവിടെ ചുമ്മാ ഇരുന്നാലും ഇവർക്ക് വോട്ട് കിട്ടാനുള്ള വഴികളുണ്ട് എന്ന് രേണുവിന് നന്നായിട്ട് അറിയാം. കാരണം കോണ്ടൻറ്റ് നോക്കി കൊടുക്കാതെ ഇങ്ങനെ സിമ്പതിയൊക്കെ വർക്കൗട്ടാക്കി കൊടുക്കുന്ന കുറേ ആൾക്കാർ, അമ്മമാരും പാവങ്ങളായിട്ടുള്ള മനുഷ്യർ പുറത്തുണ്ടെന്ന് രേണുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രേണു ഈ ഒരു പൊട്ട സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല, കോണ്ടൻറ്റ് കൊടുക്കുന്നില്ല. ഏത് സമയം ഒരു എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ടയർഡായിരിക്കുന്നുണ്ടാവും. ആ ഒരു കോണ്ടൻറ്റാണ്. പിന്നെയുള്ളൊരു കോണ്ടൻറ്റ് സെപ്റ്റിക് ടാങ്കാണ്. അക്ബർ ഖാൻ നല്ലൊരു പ്ലെയറാണ്, കോണ്ടൻറ്റ് മേക്കറാണ്, നല്ല ഫിസിക്കൽ ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ്. പക്ഷേ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് 100% തെറ്റാണെന്നാണ് ഭൂരിഭാഗം വരുന്ന യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും ഒക്കെ തന്നെ പറഞ്ഞത്. കാരണം അത് തെറ്റാണ്. അത് നമ്മളൊരു വ്യക്തിയെയും ഒരു സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഷിറ്റ് എന്നൊന്നും വിളിക്കാൻ നമ്മളാരാണ് മറ്റൊരാളെ ഇത്രയും താഴ്ത്തിക്കെട്ടാൻ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് കൃത്യമായിട്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചതാണ്. ഇത് രേണുസുതിക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകാനും കാരണമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത് ക്ഷമിക്കാതെ ഇത് മാത്രം കോണ്ടൻ്റാക്കി രേണുസുതി മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണുസുതിയോടുള്ള ആ ഇഷ്ടം കൂടെ പോകും. അക്ബർ ഖാൻ കൃത്യമായിട്ടും ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് രേണുസുതിയെ ഹാപ്പി ആക്കാനുള്ള മാക്സിമം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും മോശമാക്കി സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോണ്ടൻ്റാക്കി 100 ദിവസം നിൽക്കാനാണ് രേണുസുതിയുടെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും ഇത് രേണുസുതിക്ക് നെഗറ്റീവ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പകരം വേറെ രീതിയിലുള്ള കോണ്ടൻറ്റുകൾ, ആക്റ്റീവായിട്ടുള്ള കോണ്ടൻറ്റുകളൊക്കെ രേണുസുതിക്ക് കൊടുത്താൽ മാത്രമേ മുന്നോട്ട് നിൽക്കുന്നതിൽ ഒരു കാര്യമുണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് വയ്യ, സുഖമില്ല, എന്നും പോകണം, നാട്ടുകാരെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി എന്തായാലും രേണുവിനെ ഹെൽപ്പ് ചെയ്യില്ല. മാത്രമല്ല ഈ ഒരു സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുവരാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് നെഗറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വമായിട്ട് രേണുസുതി അതിനുള്ളിൽ കളിച്ചാൽ കൂടുതൽ പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യത. എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിന് ഉള്ളത് എനിക്കറിയില്ല എനിക്ക്. രേണുസുതിയെ ഈ ഒരു പേര് വിളിക്കാൻ അക്ബർ ഖാൻ യാതൊരു യോഗ്യതയില്ല. അത് 100% സത്യസന്ധമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു കോണ്ടൻ്റായിട്ട് മുന്നോട്ട് പിന്നെയും പ്രൊലോങ് ചെയ്താൽ ഇത് നെഗറ്റീവായിട്ട് മാത്രമേ രേണുസുതിക്ക് വരികയുള്ളൂ. കാരണം അക്ബർ ഖാൻ അത് സോൾവ് ചെയ്യാനും ആ തെറ്റിനെ ലഘൂകരിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ പേര് യോഗ്യതയുള്ളവളല്ല. ഇനിയൊരു കാര്യം ഞാൻ പറയാം, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എൻ്റെ മനസ്സ് കീറി മുറിച്ചു. എന്നെ ഇവിടെ നിന്റെ പേരിൽ എന്നെ വിട്ടാലും ക്ഷമിക്കില്ല. മാക്സിമത്തിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണുസുതി ഇതിനകത്തോട്ട് വന്നത്, ഈ ബിഗ് ബോസിലോട്ട് വന്നത്. അതിനൊരു കാരണക്കാർ നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പം ഞാൻ പോയാലും പോയില്ലല്ലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ പ്രേക്ഷകർ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. രേണുസുതി ബിഗ് ബോസിൽ എന്തെങ്കിലും കോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു പുറത്തെ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണോ രേണുസുതിക്ക് ഉള്ളൊരു സപ്പോർട്ട് കിട്ടുന്നത്? അതുമാത്രമല്ല ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന കോണ്ടൻറ്റ് മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ അത് രേണുസുതിക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ.